നികുതി നൽകാതെ വ്യാപാരം നടത്തിയ 4 ഓൺലൈൻ സ്ഥാപനങ്ങൾക്കെതിരെ കേരള സർക്കാർ പിഴയിട്ടു. ചിപ്കാർട്ടിനാണ് ഏറ്റവും കൂടുതൽ പിഴയിട്ടത്. നിങ്ങൾ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം. നമ്മളെന്തിനാ വരുന്നേ? ചിപ്കാർട്ട് ഓൺലൈൻ കമ്പനിക്കെതിരെ കള്ള പരാതി കൊടുത്തു. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ തട്ടിപ്പെന്ന് വ്യാജ പരാതി കൊടുത്തു. നിങ്ങൾ എന്താ പറയണേ? മൊബൈൽ ഫോണിന് പകരം മരക്കഷ്ണം കൊടുത്ത കമ്പനിക്കെതിരെ നമുക്ക് പരാതി കൊടുക്കണ്ടേ? ആ മരക്കഷ്ണം വെച്ചതേ ഈ മൂസയാ. നമ്മളത് ചെയ്യും. നിങ്ങളത് ചെയ്തു. ആ കടക്കാരൻ കുമാരൻ മൊഴി തന്നു. നിങ്ങൾ രണ്ടാളും കൂടിയാ ചെയ്തതെന്ന്. അയാളത് പരിപാടി ചെയ്യുന്നതാ. അങ്ങനെയാ കമ്പനി അന്വേഷണം വന്നത്. ആ മരക്കഷ്ണത്തിന് മീന്റെ മണം വന്നപ്പോഴേ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ഇത് ചെയ്യുന്ന നമ്മൾ വിചാരിച്ചില്ലേനു. മീൻ കച്ചവടം ഓൺലൈനായിട്ട് വന്നാലേ കഞ്ഞുകുടി മുട്ടി പോവെന്ന് കരുതി ചെയ്തതാ പാത്തു. എന്നാലും പഠിച്ചോളം നിരക്കാത്ത കള്ളക്കളി നിങ്ങൾ ചെയ്തത്. എന്നിട്ട് കെട്ടിയോളം കുട്ടികളെ നിങ്ങൾ പറ്റിക്കാൻ നോക്കിയില്ലേ? അങ്ങനെ നിയമം നിങ്ങൾ കയ്യിലെടുക്കണ്ട. നിങ്ങൾ ഇയാളെ അടിക്കണ്ട. അതൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വേണ്ട രീതി കൈകാര്യം സാറേ മാപ്പാക്കണം സാറേ. കുമാരന്റെ വാക്ക് കേട്ടായിരുന്നു ടീച്ചറാണ്.